ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫ്രൂട്ട് സാലഡ് റെസിപ്പി ആയിട്ടാണ്. വീട്ടിലുള്ള ഫ്രൂട്ട്സും ഐസ്ക്രീമും വെച്ചിട്ടാണ് ഞാൻ സലാഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നാൽ ശരി, നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം ഒരു പഴമാണ് എടുത്തിട്ടുള്ളതിന് ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു എന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ കട്ട് ചെയ്യാം. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് അനാറാണുള്ളത്, അപ്പോൾ ഞാൻ അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനത് തൊലിച്ചെടുക്കുകയാണ്. പിന്നെ ഞാനിതിലിട്ട് കസ്കസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് പഞ്ചസാരയും വെള്ളവും കസ്കസും ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഭാഗത്ത് എടുത്ത് വെക്കാം. പിന്നെ ഇതിലിട്ട് ബാക്കി ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നോക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചെറീസാണ്. അപ്പോൾ ആ ചെറീസിന് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെറീസ് എല്ലാം ചെറുതായി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിലോട്ട് കുറച്ച് കാഷ്യും കിസ്മിസൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ ഉറുമാമ്പഴം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞിച്ചിരിക്കുന്ന പഴവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് അതിലോട്ട് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ജസ്റ്റ് ക്രഷിൻ്റെ ഫ്രൂട്ട് ബ്ലെൻഡ്സ് ആണ്. ഇത് ഗ്രേപ്പിൻ്റെയാണ്. ഇത് ഓപ്ഷണലാണ്. ഇതിവിടെ ഉണ്ടായപ്പോൾ എടുത്തോന്നുള്ളൂ. പിന്നെ മാംഗോ ഐസ്ക്രീം മെറിബോയുടെ സെയിം കമ്പനി ജസ്റ്റ് ക്രഷിൻ്റെ തന്നെ ഇളനീരിൻ്റെ മിക്സാണ് എടുത്തിട്ടുള്ളത്. ഇതും ഓപ്ഷണലാണ്. ഇതും എൻ്റെ കയ്യിലുണ്ടായപ്പോൾ എടുത്തു എന്നുള്ളൂ. ഇനി ഞാൻ സാലഡ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്ത് അതിലോട്ട് ആദ്യം ഇളനീരിൻ്റെ മിക്സാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ മിക്സാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചേർക്കുന്നത് കസ്കസാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് മാറ്റം വരുത്തിയൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത സ്റ്റെപ്പിലും ഫ്രൂട്ട്സ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഐസ്ക്രീമാണ്. ഐസ്ക്രീം കുറച്ചുകൂടെ നന്നായി ചേർത്ത് കൊടുക്കാം. പിന്നെ അത് അവസാനമായിട്ട് ഞാൻ അതിനോട് കൂടെ ഫ്രൂട്ട് ബ്ലെൻഡ്, ഗ്രേപ്പിൻ്റെ ഫ്രൂട്ട് ബ്ലെൻഡ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനൊരു ചെറി വെച്ച് കൊടുക്കുകയാണ്. പിന്നെ 2 കാഷ്യൂ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുത്തെന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് സാലഡ് ഇവിടെ റെഡി ആയിരിക്കും.